ഗുഡ് മോർണിംഗ് ആൾ. മോർണിംഗ് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ കാണാം. എന്തൊക്കെയാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല രസമുണ്ട് കാണാൻ. സ്കൈക്ക് നല്ല ഭംഗി. നല്ലൊരു ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റാണെന്ന് വന്നിരിക്കുന്നത്. ഇന്ന് മഴ കാണിക്കുന്നുണ്ട്, പക്ഷെ മഴ പെയ്യുമെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, നമ്മളിറങ്ങി അപ്പോൾ പൂവൻ്റെ വഴിയിലുള്ള കാഴ്ചകളാണ്. പൂവുണ്ടായിരിക്കണം. നോക്കി, നമ്മുടെ നാട്ടിൽ ചെമ്പരത്തിയാണ് തോന്നുന്നു. കളർ ഇത്തിരി ചേഞ്ച് ഉണ്ട്. നല്ല രസമില്ലേ കാണാൻ. ചെമ്പരത്തിയാണ്. ഇവിടെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് നോക്കി, നമ്മുടെ നാട്ടിലെ ചൊരക്കാന്ന് പറയും, ഉണ്ടായി കിടക്കുന്നുണ്ടോ. ഇത് മലയാളി രണ്ടിന് താമസിക്കുന്ന വീടാണ് തോന്നണം. കൊള്ളാം, അടിപൊളി. സ്റ്റിൽ നടക്കാണ്. ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ് നടക്കുന്നതിൻ്റെ. കണ്ടോ, ഹിബിസ്കസ്. നമ്മളിവിടെ നിന്ന് കയറി ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതിലേക്ക് ഇറങ്ങി തിരിച്ച് നമ്മൾ ഇതിൽ തന്നെ വരുവേ. അതാണ് നമ്മുടെ റൂട്ട് മാപ്പ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അടിപൊളി. എന്ത് ഭംഗിയാണല്ലേ. ഒറ്റക്ക് കടന്നുള്ള മൂവിയാണ്. ലേക്കിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോണത്. ഈ നമ്മുടെ നാട്ടിലെ ഈ മതലി കെട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തൊന്നും വീട് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ മതലിനേക്കാളും കൂടുതൽ ഇങ്ങനെ ചെടികളാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്. പക്ഷെ പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് എന്ത് ഭംഗിയാണെന്നറിയോ. ഞാൻ നോക്കി, എന്ത് പൂവാണെന്നറിയില്ല, പേരറിയില്ല. നമ്മുടെ നല്ല കോളാമ്പി പൂവെന്നൊക്കെ പറയൂലേ, അതിൻ്റെ വൈറ്റ്. അടിപൊളി അടിപൊളി. നമ്മളിവിടെ നിന്നാണ് തുടങ്ങണേ. സെൻറ്റർ ഓഫ് സ്റ്റാർട്ടിങ്. എന്ത് ഭംഗിയാന്ന് നോക്കി. സൂപ്പർ. അതാണ് DHP. ആ കാണുന്ന DHP. നമ്മളിവിടെ ഇങ്ങനെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് തിരിഞ്ഞ് അതിലേക്ക് ഇറങ്ങി തിരിച്ച് നമ്മളിവിടെ ഒരു അപ്പൂപ്പ നടന്നുകൊണ്ടുണ്ട്. നമ്മുടെ നാട്ടിൽ 60 വയസ്സ് കഴിഞ്ഞാലും ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും കട കിട്ടിയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടിലിരിക്കും. ഇവിടെ നോക്കിയാൽ ഇത് ഏകദേശം ഒരു 70 വയസ്സുണ്ട്. സ്റ്റിൽ യങ്ങാണ്. രാവിലെ 2 റൗണ്ടെങ്കിലും നടക്കും. സൂപ്പർ അപ്പ. അതെ, എന്താ അടിപൊളി. നമ്മുടെ അമ്പലം നല്ല താമര കൊണ്ടായിട്ടുണ്ട്. അടിപൊളി. ഉണ്ടോ ഇവിടെ കൂട് കൂട്ടിയുണ്ട്. സാധനം ഫാമിലി ആയിട്ടാണ്. അപ്പുറത്തെ കുഞ്ഞുങ്ങളുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഇതെന്ത് ഭംഗിയായിട്ടാണ് ഉണ്ടായിരിക്കണേ നോക്കി. അടിപൊളി. ബാക്കി മൂവി കുറച്ച് ഫാസ്റ്റാണ്. സൂപ്പർ. ഇവിടേക്ക് ഈ ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ടാ കറക്റ്റായിട്ട് വെട്ടിയിരുത്തേണ്ടത്. താറാവ് നാട്ടിലാണെങ്കിൽ ഇങ്ങനെ താറാവ് വെക്കണമെങ്കിൽ അപ്പോൾ ചട്ടിയിലായി നോക്കിച്ചാൽ മതി. അടിപൊളി. താറാവുകളുടെ ഒരു കൂട്ടം. നമ്മുടെ നാടൻ താറാവല്ലേ. നല്ല കുരുമുളകിട്ടൊരു വരട്ടൽ വട്ടിലുണ്ടല്ലോ. അടിപൊളി. പക്ഷെ പിടിക്കാൻ സമ്മതിക്കില്ല. നമ്മൾ പാർക്കിൻ്റെ അവിടെ എത്തി. പക്ഷെ പാർക്കിങ്ങാണ്. ഇവിടെ നിന്ന് നമ്മൾ ഓടും. ഈ ഏജിലായിട്ടുള്ള കുറേ അപ്പൂമാരും അമ്മൂമാരൊക്കെ രാവിലെ തന്നെ എത്ര റൗണ്ടാണെന്ന് പറയുമ്പോൾ നടക്കണം. നമ്മൾ ഒരു റൗണ്ട് നടക്കുമ്പോഴേക്കും പട്ടിയാവും. നല്ല മോർണിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ തന്നെ അധികം വെയിലുമില്ല, എന്നാൽ അധികം തണുപ്പില്ല.
പക്ഷെ പിള്ളേരെ കളിക്കുന്നുണ്ട് കണ്ടോ. ഇത് നോക്ക്. അടിപൊളി, എന്താ ഭംഗി നോക്കി. ഓടാ, ഇനി ഓടലാണ്. സ്റ്റിൽ ഓടാണ്. ഏകദേശം സെൻറ്ററായിട്ടാണ് നമ്മൾ വന്നത്. എവിടെയാണെന്നറിയോ? ഇതോ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടാ ഞാൻ ഏകദേശം പകുതിയായി. വൈറ്റ് plenty, still running. Successfully parking അവിടെ എത്തി. പാർക്കെത്തിയിട്ടാ, ഇൻസ്കോമുണ്ട്. പാർക്കിൻ്റെ അവിടെ എത്തി. ഇനി ഒരു കിലോമീറ്റർ ഇല്ല വീടെത്താൻ. ശരി 2 റൗണ്ട് നടക്കണം. പക്ഷെ ഞങ്ങൾ 1 റൗണ്ട് നടക്കും ഓടും. അതിന് ജിമ്മാണ്, ഓപ്പൺ ജിമ്മാണ്. നടക്കാൻ നമ്മളെ സ്ഥലം അടിപൊളിയാണ് കേട്ടോ. നോക്കി, അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങൾ, ഒരു വശത്ത് ലേക്ക്, അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങൾ, നടുക്കേ കൂടി ഒരു വഴി ഉണ്ടാക്കിയേക്കണം. നമ്മൾ ട്രീ വാക്കിന് പോകില്ലേ, അതുപോലെ അടിപൊളി ആണ്, നല്ല ഭംഗി. ഇത് കുറച്ചുണ്ട് അങ്ങോട്ട്. നല്ല കാറ്റ്, അടിപൊളി. നോക്കി, അടിപൊളി കേട്ടോ. എന്തോ ഫ്രാങ്ക്ലിൻ മക്ഡൊണാൾഡ്സ് കളർ ഉണ്ടാക്കും. രജിസ്റ്റർ ചെയ്തോട്ടാണെങ്കിൽ ഡേറ്റ് ഏതാണെന്നറിയാൻ പാടില്ല. എന്ത് രസമാണ് നോക്കി. ആലപ്പുഴയിൽ ഇതുപോലൊരു സ്ഥലമില്ലേ? നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. സോ ടൈം കുറച്ച് കൂടുതലുണ്ട്, 1 അവർ എടുത്തു. സോ 1 അവർ എടുക്കാൻ പാടില്ല. നമ്മൾ സാധാരണ 45 മിനിറ്റ്സാണ് നമ്മൾ വീഡിയോ എടുക്കണമായിരുന്നു. കുറച്ച് ലേറ്റായി. തിരിച്ച് നമ്മൾ വന്ന വഴിയിലെത്തി. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു സ്ഥലമായിട്ട് വീണ്ടും കാണുന്നവരേക്കും വണക്കം.